താമസിച്ച് ഈ പെണ്ണ് അവളുടെ തന്നെ കല്യാണത്തിനായി ഒരു ഇലക്ട്രിക് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ പോയി അവളുടെ ബൈക്ക് ഒരു ലക്ഷറി കാറിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചു. ആ കാറിന്റെ ലോഗോ കണ്ടപ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോയി. ഇനി ഈ കാറിന് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ദൈവമേ, അതിനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. ഉടനെ തന്നെ കറുത്ത കാറിൽ നിന്നും കറുത്ത കോട്ടിട്ട കുറച്ച് ആളുകൾ ഇറങ്ങി ഭയപ്പെടുത്തിക്കൊണ്ട് അവളെ വളഞ്ഞു. അന്നേരം അവൾ അവരോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങിയതും പകരം അവർ അവളോട് ക്ഷമാപണം നടത്തി. ഇത് കേട്ട് അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. അന്നേരം അവൾ ആ കാറിൽ ഒളിച്ചിരിക്കുന്ന അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണുകയുണ്ടായി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവനെ പുറത്തേക്ക് വലിച്ചെടുത്തു. അപ്പോഴാണ് അവനൊരു കോടീശ്വരനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. 3 ദിവസം മുമ്പ് ഒരു പെൺകുട്ടിയെ ട്രക്ക് ഇടിക്കാൻ വന്നപ്പോൾ നമ്മുടെ ഹീറോയിൻ അവളെ രക്ഷിക്കുകയുണ്ടായി. എന്നാൽ ഇത് കണ്ടുവന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ ഹീറോയിൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയാണെന്ന് കരുതി അവളെ പോലീസിൽ ഏൽപ്പിച്ചു. പിന്നീട് ആ പെൺകുട്ടി നടന്ന സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത്. അങ്ങനെ നമ്മുടെ സിഇഒ കാര്യം മനസ്സിലാക്കുകയും അവളെ സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കുകയും ചെയ്തു. അന്നേരം അവൾക്ക് അവളുടെ ആന്റിയുടെ കോൾ വന്നു. അതായത് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം ഫോഴ്സ് ചെയ്യിപ്പിച്ച് നടത്താൻ നിൽക്കുകയാണ് അവളുടെ ആന്റി. അന്നേരം അവൾ നമ്മുടെ സിഇഒനോട് നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും വളരെ സന്തോഷമായി. സിഇഒ